ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് സംസാരിക്കേണ്ട വചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങനൊരു വചനം ലഭിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ട വിചാരിച്ച് ഇന്നലെ വൈകിട്ട് കിടന്നുറങ്ങി. എന്നാൽ രാവിലെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എഴുന്നേറ്റ സമയം തന്നെ തരികയുണ്ടായി. അത് എനിക്കും വ്യക്തിപരമായിട്ടുള്ള വചനമാണ്, എന്നാൽ മറ്റനേകർക്കും അത് അനുഗ്രഹകരമായൊരു വചനമായതുകൊണ്ട് ഇന്ന് ആ വീഡിയോ ചെയ്യുവാൻ തക്കണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിങ്ങനെയാണ്: 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നമുക്ക് അനേകർക്ക് അറിയാവുന്നൊരു വാക്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മളെല്ലാവരും ചിന്താകുലമുള്ളവരാണ്. പല തരത്തിലുള്ള ചിന്താകുലം നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ടാകും. ഒരു ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ ഒരു ഭാരം, ഒരു ചിന്താകുലം ഉണ്ടാകും. വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് സ്വന്തമായിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്താകുലം ഉണ്ടാകും. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെക്കുറിച്ച് മറ്റൊരു വീട് ലഭിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യമുള്ള ഒരു വീട് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്താകുലം ഉണ്ടാകും. സാമ്പത്തികമായി കടബാധ്യതയുള്ള ആളുകൾക്ക് ആ കടം ഒന്ന് തീർന്നൊന്ന് സ്വതന്ത്രമാകുവാൻ തക്കവണ്ണമുള്ള ചിന്താകുലം ഉണ്ടാവും. കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ ഇല്ലല്ലോ, മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ദുഃഖവും ഭാരവും അങ്ങനെയുള്ള ചിന്താകുലങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ പലവിധമായ ആവശ്യങ്ങൾക്ക് നാം എല്ലാവരും ചിന്താകുലം ഉള്ളവരാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ മനുഷ്യരല്ല. ലോക മനുഷ്യൻ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരു ജനം, ദൈവത്തിൻ്റെ ജനം, അല്ലെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട തൻ്റെ ജനം, ഒരിക്കലും അവർ ചിന്താകുലരാകേണ്ട കാര്യമില്ല എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം നാം ദൈവത്തിൻ്റെ കയ്യിൽ ഇട്ടുകൊടുക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുന്നവനാണ്. നാം ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ നമുക്കെതിരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നാം തങ്ങുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും നമുക്കെതിരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലവിധ രീതികളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം അത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ആ ചിന്താകുലമായിട്ട് നാം നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചിന്താകുലം എന്ത് ചെയ്യണം? യേശുവിൻ്റെ മേലെ ഇട്ടുകൊള്ളണം. അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അത് നാം ചുമന്ന് നടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. എന്നിട്ട് പറയണം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നാം പ്രാർത്ഥിച്ചാൽ മതി. നാം ചിന്താകുലവും പേര് നടക്കേണ്ട കാര്യമില്ല. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അവൻ കാര്യങ്ങൾ നടത്തിക്കൊള്ളും എന്ന് നമുക്കറിയാം. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് എബ്രഹാം തൻ്റെ മകനോട് പറഞ്ഞൊരു വാക്കാണ്. ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എബ്രഹാം അത് അനുസരിച്ച് തൻ്റെ ഭാര്യയോടോ തൻ്റെ കൂടെയുള്ള വേലക്കാരോടോ ഒന്നും പറയാതെ മകനെയും കൂട്ടി വിറകും എടുത്ത് പോവുകയാണ്. പോകുന്ന വഴിയിൽ മകനൊരു സംശയം. ഒരു യാഗത്തിനാണ് പോകുന്നതെന്നറിയാം, എന്നാൽ യാഗമൃഗമില്ല. അവൻ അപ്പനോട് ചോദിക്കുകയാണ്, മകനെ, അപ്പാ, കത്തിയുണ്ട്, വിറകുമുണ്ട്, യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എബ്രഹാം പറഞ്ഞൊരു വാക്ക്, അത് ദൈവം കരുതിക്കൊള്ളുമെന്നാണ്. അത് നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. നമുക്കറിയാം, എബ്രഹാമിനോട് ഒരിക്കലും ഒരു യാഗം നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അനുസരണം മാത്രം ദൈവം ഒന്ന് ചോദിക്കുകയാണ്. കാരണം ദൈവം മനുഷ്യ ബലി ആഗ്രഹിക്കുന്ന ഒരുവനല്ല. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും പിശാച് വരുന്നു, കൊല്ലുവാൻ പിശാച് വരുന്നു. എന്നാൽ ദൈവം കൊല്ലുന്നവനല്ല, ജീവൻ കൊടുക്കുന്നവനാണ്, സമൃദ്ധിയായിട്ട് ജീവൻ കൊടുക്കുന്നവനാണ്. ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. അതെ, അവിടെ ചെന്നപ്പോൾ ഒരാട്ടിൻകുട്ടിയെ ദൈവം അവിടെ കരുതിയിട്ടുണ്ടായിരുന്നു. ദൈവം യാഗം നടത്തുവാനായിട്ട് ആ കൊണ്ടുപോയ വിറകും കത്തിയുമെല്ലാം ഉപയോഗിക്കത്തക്ക നിലയിൽ ആട്ടിൻകുട്ടിയെ കരുതി എന്നുള്ളത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. തനിക്ക് ഒരു മകനുണ്ടായിരുന്ന സമയത്ത് തന്നെ, മകനെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ അടിമക്കത്തായ പ്രതിഫലവും പരിചയമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവന് മക്കളൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അവകാശം എന്ന് പറയുന്നത് എലയാസറാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ വിളിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? ഭൂമിയിലെ മണൽത്തരികളെ നിനക്ക് എണ്ണാൻ കഴിയുമോ? ഇതുപോലെ ഞാൻ നിനക്ക് സ്വന്തതയെ തരുമെന്ന് പറഞ്ഞു. ദൈവം ഒരു കുഞ്ഞു പോലും ഇല്ലാതിരുന്ന സമയത്ത് എബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ അവനത് വിശ്വസിച്ചു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അതവന് നീതിയായിട്ട് കണക്കെടുത്തു. അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോഴുള്ള നിർജീവാവസ്ഥ കണ്ടിട്ട് ഒരിക്കലും തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യുൽപാദന ശേഷി ഇനി ഉണ്ടാകുമെന്ന് അവൻ വിചാരിച്ചില്ല, അവൻ്റെ ഭാര്യ വിചാരിച്ചില്ല. എന്നാൽ ദൈവം അവന് ഒരു മകനെ കൊടുത്തു. അവൻ മുഖാന്തരം അനേക സന്തതി പരമ്പരകളുണ്ടായി. ഇന്ന് ഇസ്രായേൽ ഗോത്രമാകുന്ന ഒരു ജനതയെ
ദൈവം അവന് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ദൈവം അവന് മക്കളെ കൊടുത്തു. യബ്ബേസ് തൻ്റെ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരന്മാരെക്കാൾ എൻ്റെ അതിരുകളെ വിശാലമാക്കണമെന്ന് ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ച ദൈവം അവന് നൽകി. അതേ പ്രിയ ദൈവജനമേ, നാം പ്രാർത്ഥിക്കുന്നത് നൽകുന്ന ഒരു ദൈവമാണ്, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്. ഹന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. മച്ചി എന്നുള്ള വിളി കേട്ട് അസഹനീയമായി അസഹിഷ്ണുതയോടെ ജീവിച്ച ആ മകള് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഒരു മകനെ തന്നാൽ മതി, അവനെ ഞാൻ നിനക്ക് തന്നെ തന്നേക്കാം, നിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ട് അവനെ ഞാൻ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നാൽ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാവോ? മച്ചി 7 പ്രസവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ അവൾ 7 പ്രസവിക്കാൻ തക്കണം ഇടയായിട്ട് തീർന്നു. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആ ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട എല്ലാ മക്കൾക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, വചനം തന്നതിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ച് അവിടുന്ന് കരുതുന്നു, ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് കരുതുന്നു, ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവിടുന്ന് കരുതുന്നു. ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന ഏത് സാഹചര്യം എന്തെല്ലാം രീതിയിൽ പിശാചോ മനുഷ്യനെ ഒരുക്കിയാലും അതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. കർത്താവെ, മൊർദെഖായിക്കെതിരെ ഹാമാൻ ഒരു കഴിമരം തീർത്തപ്പോൾ അതേ കഴിമരത്തിൽ ഹാമാനെ ഒതുക്കിക്കൊണ്ട് ഹാമാന്റെ സ്വത്ത് മുഴുവൻ അത് മൊർദെഖായിക്ക് വരത്തക്ക രീതിയിൽ കർത്താവ് നീ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമായതുകൊണ്ട് സ്തോത്രം. തൻ്റെ മക്കളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു കർത്താവ്. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. വിശേഷമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവരെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.